സംസ്ഥാനത്തിന് ഫണ്ട് വെട്ടിക്കുറച്ചതിൽ കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന സമരത്തിൽ മന്ത്രിമാരും MLA-മാരും പങ്കെടുക്കുന്നു. കേരളത്തോട് BJP-ക്കും കേന്ദ്ര സർക്കാരിനും പകപോക്കൽ നടപടി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. നമ്മുടെ നാട് മുന്നോട്ട് പോകാതിരിക്കാൻ ബോധപൂർവം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് തുറന്നു വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുമ്പോഴും പകപോക്കൽ നടപടി സ്വീകരിക്കുമ്പോഴും ഇവിടെയുള്ള കേന്ദ്രത്തിലെ ഭരണകക്ഷി BJP അതിൻ്റെയെല്ലാം കൂടെയാണ് നിൽക്കുന്നത്. കേരളത്തിൻ്റെ താല്പര്യം ഒരു തരത്തിലും ഉയർത്താൻ കേന്ദ്ര ഭരണകക്ഷി എന്ന നിലക്ക് തയ്യാറല്ല. ഒരു തരത്തിലുള്ള പകപോക്കൽ നടപടി കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും സ്വീകരിക്കുക. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, കേരളത്തിലുള്ള നികുതി വിഹിതം കുറയൽ, കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറയ്ക്കൽ, അങ്ങനെ കേന്ദ്രം കേരളത്തെ കഴുത്തുഞ്ഞിരിക്കുന്നു എന്ന ആരോപണമല്ല, കണക്ക് വെച്ച് നോക്കിയാൽ യുക്തിപരമായ ആ വസ്തുത കുറേ നാളായി സംസ്ഥാന സർക്കാർ മന്ത്രി KN ബാലഗോപാൽ അടക്കം നിരന്തരം ഉന്നയിക്കുന്നതാണ്. അതിലൊരിക്കൽ കൂടി പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുകയാണോ? എന്തുകൊണ്ടാണ് ജോസ് കെ മാണിയും MV ശ്രേയാംസ് കുമാറും ആ പ്രധാനപ്പെട്ട സമരത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത്? ഷഫീദ്. ഹഷ്മി, കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്ന് LDF ഇപ്പോൾ തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ ഇങ്ങനെയൊരു സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത്. ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഭരണഘടനാപരമായി അർഹതപ്പെട്ട പലതും കേരളത്തിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്നു, അത് BJP-യുടെയും RSS-ന്റെയും അജണ്ട എന്നുള്ള കുറ്റപ്പെടുത്തലാണ്. മാത്രമല്ല ചില കണക്കുകൾ കൂടി അദ്ദേഹം നിരത്തുന്നുണ്ട്. അവസാന മാസമായ ജനുവരി മുതൽ മാർച്ച് വരെ 12,000 കോടി രൂപയാണ് ലഭിക്കേണ്ടി വന്നത്. എന്നാൽ ഇതിൽ കേന്ദ്രം അനുവദിച്ച 5,900 കോടി രൂപ ഒരു നീതീകരണവും ഇല്ലാതെ നിഷേധിച്ചു എന്നൊക്കെയുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. മാത്രമല്ല ഒരു പടി കൂടി കടന്ന് അദ്ദേഹം പറയുന്നത് കേരളത്തിന് അവകാശപ്പെട്ടത് പിടിച്ചു പറിക്കുന്നു. മാത്രമല്ല രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ കേരളത്തെ കാണുന്നില്ല. ഒരു ഭാഗത്ത് ആസൂത്രണമായി കേരളത്തെ ഉപദ്രവിക്കാനുള്ള നീക്കം നടക്കുന്നു. അതിന് പിന്നിൽ കേന്ദ്ര സർക്കാരും BJP-യും RSS-ഉമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല RSS-നെയും BJP-യെയും മുഖ്യമന്ത്രി കടന്നാക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. BJP-യുടെ നയപരമായ കാര്യങ്ങൾ RSS കൂടി തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സർവകലാശാലകളടക്കം ആ രീതിയിൽ RSS അജണ്ടകൾ കുത്തിനിറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കേരളത്തിന്റെ മതനിരപേക്ഷ കോട്ട അത് പൊളിക്കാൻ നീക്കം BJP-യുടെയും RSS-ന്റെയും ഭാഗത്ത് നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വിമർശിക്കുന്നു. അതിനൊപ്പം പ്രതിപക്ഷത്തെയും മുഖ്യമന്ത്രി വിമർശിക്കുകയാണ്. അതായത് തങ്ങൾക്കൊപ്പം കേരളത്തിന്റെ അവകാശം സംരക്ഷിക്കാൻ പ്രതിപക്ഷം സമരങ്ങൾക്കിറങ്ങുന്നില്ല, അതല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നില്ല. പകരം BJP അജണ്ടയെ പിന്താങ്ങുന്ന സമീപനം പ്രതിപക്ഷം സ്വീകരിക്കുന്നു. അതുതന്നെയാണ് പല കാര്യങ്ങളിലും കേരളത്തിന്റെ മുന്നനുഭവങ്ങളിലും കണ്ടത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാകണമെന്നും തങ്ങളുടെ വർഗീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ കർക്കശമായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് മതനിരപേക്ഷ ശക്തികൾ സ്വീകരിക്കണം. അവിടെ ചില്ലറ വോട്ടും 4 സീറ്റും അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനം ഇതൊക്കെയാണ് പ്രധാനമെന്ന് കണ്ട് വർഗീയതയുമായി സമരസപ്പെടാൻ തയ്യാറാകരുത് എന്നൊക്കെയുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത്. എന്നാൽ ആ വേദിയിൽ LDF-ലെ പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികളില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോസ് കെ മാണിയും MV ശ്രേയാംസ് കുമാറും ഈ സമരമുഖത്ത് അല്ലെങ്കിൽ സമരത്തിൽ പങ്കെടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ തന്നെ ജോസ് കെ മാണിയുടെ LDF-ലെ ചില അഭാവങ്ങൾ ചർച്ചയായതാണ്. ഏതായാലും അക്കാര്യത്തിലൊക്കെ ജോസ് കെ മാണിയുടെ പ്രതികരണം വരും മണിക്കൂറുകളിൽ വരും. ഇപ്പോഴും തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ ഈ സത്യാഗ്രഹ സമരം തുടരുകയാണ്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് കേന്ദ്രത്തിനെതിരെയുള്ള LDF-ന്റെ സത്യാഗ്രഹ സമരം. ലക്ഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.